الحمد لله وبنعمته تتم الصالحات. اللهم صل وسلم وبارك على عبدك ورسولك سيدنا وسيد الأنبياء والمرسلين محمد صلى الله عليه وسلم، صلاة وسلاما دائمين متلازمين إلى أبد الآبدين. اللهم صل على سيدنا محمد وعلى آله وصحابته ومن اهتدى بهديه وسلك نهجه إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم. وليستعفف الذين لا يجدون نكاحا حتى يغنيهم الله من فضله والذين يبتغون الكتاب مما ملكت أيمانكم فكاتبوهم إن علمتم فيهم خيرا وآتوهم مما لله الذي آتاكم ولا تكرهوا فتياتكم على البغاء إن أردنا تحسنا لتبتغوا عرض الحياة الدنيا ومن يكرهن فإن الله من بعد إكراههن غفور رحيم. صدق الله العلي العظيم. بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഉസ്താദുമാരെ, സഹോദര സഹോദരിമാരെ, ഈ പരിപാടി കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലും മറ്റും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രോതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളെല്ലാം കഴിഞ്ഞുപോയ റമളാനിൽ നിന്ന് ചെയ്ത അമലുകളും ഇവിടെ നടന്ന വളരെ പ്രാധാന്യമുള്ള ദീനീ ചടങ്ങുകളും സദസ്സുകളും ഒക്കെ കഴിഞ്ഞുപോയി. അല്ലാഹു എല്ലാം സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരിക്കലൂടെ നമുക്ക് ഈ പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ പഠിക്കുന്ന ഒരു ദർസിലേക്ക് അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് എത്തിച്ചേരാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇൽമിൽ ബറക്കത്തും അമലിന് തൗഫീഖും നൽകി അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് ദുആ ചെയ്യാം. പരിശുദ്ധമായ സൂറത്തുൽ നൂറിലെ 32-ാമത്തെ ആയത്താണ് നമ്മൾ ഓതിവെച്ചത്. രണ്ട് ആയത്തുകൾ നമ്മൾ ഓതി. ഇൻഷാ അല്ലാഹ് അതിൽ ഒന്നാമത്തെ ഒരു ആയത്തിനെ സംബന്ധിച്ച് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് ഉപകാരപ്പെടുത്തുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിലെ
പരസ്പര ബന്ധങ്ങളിൽ പാലിക്കേണ്ട അച്ചടക്കത്തെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മുമ്പുള്ള ആയത്തുകളിൽ നമ്മെ പഠിപ്പിച്ചത്. ആരുമായൊക്കെ ഒരാൾക്ക് വളരെ സൗഹൃദപരമായി ഇടപെടാൻ കഴിയും, അന്യപുരുഷൻ അന്യപെണ്ണ് എന്ന രീതിയിൽ ആരുടെ മുമ്പിലൊക്കെയാണ് അവർക്ക് പ്രത്യക്ഷപ്പെടാവുന്നത്, ആരുടെ മുമ്പിലൊക്കെയാണ് അവരുടെ സൗന്ദര്യത്തിൽ അല്പമെങ്കിലും പ്രകടിപ്പിക്കാൻ പറ്റുന്നത് പറ്റാത്തത് എന്ന് തുടങ്ങിയ ചർച്ചയായിരുന്നു 31-ാമത്തെ ദീർഘമായ ഒരായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റബ്ബാനിയായ ഒരു ഹുക്മ പറയുന്ന ആയത്താണ് വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും ഇൻ യകൂനു ഫുഖറാഅ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വാസിഉൻ അലീം. ഒരുപക്ഷേ നിക്കാഹിന്റെ ചടങ്ങുകളിലും മറ്റും നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരായത്താകണം ഇത്. വഅൻകിഹുൽ അയാമ മിൻകും, വഅൻകിഹു നിങ്ങൾ നിക്കാഹ് ചെയ്യിക്കണം, നിക്കാഹ് ചെയ്തു കൊടുക്കണം. ആർക്കൊക്കെ? അൽ അയാമ മിൻകും, നിങ്ങളിൽ വിവാഹം ചെയ്തിട്ടില്ലാത്തവർക്ക്, ഭാര്യമാർ ഇല്ലാത്തവർക്ക്, അതേപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിവാഹം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത പെണ്ണുങ്ങൾ, ഭർത്താക്കന്മാരില്ലാതെ ജീവിക്കുന്ന പെണ്ണുങ്ങൾ, അവർക്ക് നിങ്ങൾ നിക്കാഹ് ചെയ്യിച്ചു കൊടുക്കണം. വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും, നിങ്ങളുടെ അടിമ സ്ത്രീകളിൽ, അടിമകളായ പുരുഷന്മാരിൽ നിന്ന് സ്വാലിഹീൻ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക്, മുസ്ലിമീങ്ങളായ അടിമകൾ പുരുഷന്മാരാകട്ടെ പെണ്ണുങ്ങളാകട്ടെ, അവർക്കും അവരുടെ ഉടമസ്ഥന്മാർ നിക്കാഹ് ചെയ്തു കൊടുക്കണം. ഇൻ യകൂനു ഫുഖറാഅ, നിങ്ങൾ ആരെയാണോ വിവാഹം ചെയ്യിപ്പിക്കുന്നത് അവർ ദരിദ്രന്മാരാണെങ്കിൽ, യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് ഐശ്വര്യം നൽകുക തന്നെ ചെയ്യും. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു ധാരാളം വിശാലമാക്കി കൊടുക്കുന്നവനും അലീം എല്ലാം അറിയുന്നവനുമാണ് അല്ലാഹു. ഇതാണ് ഈ ആയത്തിന്റെ ആശയം. വഅൻകിഹു, നിങ്ങൾ നിക്കാഹ് ചെയ്യിക്കണം എന്നാണ്. നിക്കാഹ് ചെയ്യണം എന്ന് പുരുഷന്മാരോടോ സ്ത്രീകളോടോ ഉള്ള ഡയറക്റ്റ് അള്ളാഹുവിന്റെ കൽപ്പനയല്ല. ഇങ്ങനെ നിങ്ങൾ നിക്കാഹ് ചെയ്യൂ. അത് പക്ഷെ ഹദീസിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചിട്ടുള്ള ഒരുപാട് ഹദീസുകൾ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. നിക്കാഹ് ചെയ്യണം. പക്ഷെ അള്ളാഹുവിന്റെ റബ്ബാനിയായ ഹുക്മ ഈ സമൂഹത്തിൽ എല്ലാവരുടെയും ഒരു ബാധ്യതയാക്കി അള്ളാഹു തരികയാണ്. വഅൻകിഹു, നിങ്ങൾ നിക്കാഹ് ചെയ്യിക്കണം. ആരെ? നിങ്ങളുടെ മക്കളിൽ വിവാഹം ചെയ്യാത്തവർക്ക് എന്നാണോ? അല്ല, അൽ അയാമ മിൻകും. അയ്യിം എന്ന് പറഞ്ഞ വാക്കിന്റെ പ്ലൂരലാണ് അയാമ. അയ്യിം എന്ന് പറഞ്ഞാൽ മൻ ലാ സൗജ ലഹു വമൻ ലാ സൗജത ലഹു. ഭർത്താവില്ലാത്ത ഒരു പെണ്ണിന് അയ്യിം എന്ന് പറയും. അതൊരു പക്ഷേ അവൾ ആദ്യമേ നിക്കാഹ് ചെയ്യാത്തവളാണ്, അതുകൊണ്ടാകാം. അല്ലെങ്കിൽ നിക്കാഹ് ചെയ്യപ്പെട്ടു, ഭർത്താവില്ലാതെ ത്വലാഖ് ചൊല്ലപ്പെട്ടിട്ടോ ഭർത്താവ് മരിച്ചുപോയിട്ടോ ഭർത്താവില്ലാതെ ജീവിക്കുന്ന പെണ്ണിനും അയ്യിം എന്നെ പറയാം. അയ്യിമത്ത് എന്നല്ല പ്രയോഗം, അയ്യിം. ആണിനും അതെന്നെ പറയാം. വിവാഹം ചെയ്യാത്തൊരു പുരുഷൻ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ പക്ഷേ ഭാര്യയില്ല, അങ്ങനത്തെ ഒരു പുരുഷൻ, അവർക്ക് നിങ്ങൾ ആരാണ്? നിങ്ങൾ പാപ്പമാരാണോ? ആകാം. നാട്ടുകാരാണോ? അവരാകാം. മുഅ്മിനീങ്ങളായ കൂട്ടുകാർ, അവരെ ആർക്കാം അല്ലാഹു ഈ ഹുക്മ് സമൂഹത്തിന് ഏൽപ്പിച്ചു എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. വഅൻകിഹു, നിങ്ങൾ എല്ലാവരുടെയും ബാധ്യതയാണ്. അപ്പോ മോൾക്ക് കല്യാണം അല്ലെങ്കിൽ മകന് കല്യാണം വേണ്ടേ എന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നത്, അതിൽ താല്പര്യപ്പെടുന്നത് മുഅ്മിനായ മനുഷ്യന്റെ ബാധ്യതയാണ് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. വഅൻകിഹു, നിങ്ങൾ നിക്കാഹ് ചെയ്യിച്ചു കൊടുക്കണം.
മഹാന്മാരായ ഫിഖഹിന്റെ പണ്ഡിതന്മാർ ഇവിടെ നിന്നാണ് വഅൻകിഹു, നിങ്ങൾ നിക്കാഹ് ചെയ്യിക്കണം. അപ്പൊ ഒരു പെണ്ണ് സ്വന്തമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി നിക്കാഹ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് രജിസ്റ്റർ വിവാഹങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ ആടുകളിൽ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു നിക്കാഹ് ജായിസാണോ? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സയ്യിദിന്റെ വിഷയത്തിൽ, അതായത് ഒരിക്കൽ കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണ്, ഒരിക്കൽ അവൾ വിവാഹം ചെയ്യപ്പെട്ടവളാണ്, അവൾക്കാണ് സയ്യിദ് എന്ന് പറയാം. അങ്ങനത്തെ ഒരു പെണ്ണിന് യജൂസു ലഹ അൻ തുസവ്വിജ നഫ്സഹ, അവൾക്ക് അവളുടെ നഫ്സിനെ തന്നെ വിവാഹം ചെയ്യിച്ചു കൊടുക്കാൻ പറ്റും എന്ന് ഫിഖഹിന്റെ അഭിപ്രായമുണ്ട്. ആലിമീങ്ങൾ ജായിസാക്കിയിട്ടുണ്ട്. ഒരിക്കൽ കല്യാണം കഴിഞ്ഞ പെണ്ണാണ്, അവൾക്ക് യോജിച്ചൊരു പുതിയാപ്പിള്ളയെ അവൾ കണ്ടെത്തിയാൽ അവൾക്ക് അവളെ തന്നെ നിക്കാഹ് ചെയ്യിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ ഒരു ദിക്ർ, നിക്കാഹ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, ആദ്യമായിട്ട് നിക്കാഹ് ചെയ്യാൻ പോകുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ലാ യജൂസു നിക്കാഹുഹാ ഇല്ലാ ബിവലിയ്യിൻ, ഒരു രക്ഷകർത്താവില്ലാതെ അവരുടെ വിവാഹം സാധുവേ അല്ല എന്ന് മഹാന്മാരായ ഫഖഹാഅന്മാർ പഠിച്ചെടുക്കുന്നത് ഈ ആയത്തിൽ നിന്നാണ്. വഅൻകിഹു, നിങ്ങൾ ചെയ്യിക്കണം എന്നാണ്, അവരായിട്ട് പോയി ചെയ്യല്ല. അത് രണ്ടാമത് കല്യാണം കഴിഞ്ഞ പെണ്ണിനും അങ്ങനെ തന്നെയായിരുന്നു നിയമം വരേണ്ടിയിരുന്നത്. പക്ഷേ സയ്യിദിനെ സംബന്ധിച്ചിടത്തോളം, ഒരിക്കൽ കല്യാണം കഴിഞ്ഞ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്കത് ഒറ്റയ്ക്ക് തന്നെ പറ്റും എന്ന് തെളിവ് വേറെ വന്നതിന്റെ പേരിൽ ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാണ്. അല്ലെങ്കിൽ അവൾക്കും രക്ഷിതാവ് വേണം എന്ന് തന്നെയാകുമായിരുന്നു നിയമമെന്ന് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. വഅൻകിഹു, നിക്കാഹ് ചെയ്യിക്കണം. നിക്കാഹ് എന്താണ് എന്ന ആ ഒരു മസ്അലയെ സംബന്ധിച്ചല്ല അല്ലാഹു തആല ഇവിടെ അത് നിങ്ങൾ ചെയ്യിക്കണം. എന്താണ് അതിന്റെ മഹത്വം, എന്താണ് അതിന്റെ ശ്രേഷ്ഠത, അതൊക്കെ ഈ ആയത്തിനെ വിശദീകരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എന്റെ ഹബീബായ നബി തങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. പക്ഷേ നിങ്ങൾ നിക്കാഹ് ചെയ്യിക്കണം. 3 വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? ഒന്ന്, ഒരു മയ്യിത്ത്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ മറവ് ചെയ്യണം, അത് താമസിപ്പിക്കരുത്. ആള് വരാനോ കാണാനോ ഉണ്ടെന്ന് പറഞ്ഞ് താമസിപ്പിക്കല്ലേ. കാരണമായി ഈ മയ്യിത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഹക്ക് ഇടപാടിന്റെ വിഷയമുണ്ട് എങ്കിലോ, അല്ലാതെ ഒരു മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ താമസിപ്പിക്കരുത്, പെട്ടെന്ന് മറവ് ചെയ്യണം. ഒരു നിസ്കാരം ആസന്നമായി കഴിഞ്ഞാൽ ആ നിസ്കാരം നിങ്ങൾ പെട്ടെന്ന് നിർവഹിക്കണം. പിന്നെ ഒരു പെൺകുട്ടിക്ക് വിവാഹത്തിലേക്ക് ആഗ്രഹം തോന്നിത്തുടങ്ങിയാൽ, വിവാഹത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ഒരു പ്രായത്തിലേക്ക് അവൾ എത്തിക്കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ നിങ്ങൾ പെട്ടെന്ന് നിക്കാഹ് ചെയ്യിച്ചു കൊടുക്കണം എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വഅൻകിഹു, നിങ്ങൾ നിക്കാഹ് ചെയ്യിക്കണം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.